ആധ്യാത്മികത ശരിക്കും ഒരു ശാസ്ത്രം തന്നെയാണ്. നോക്കൂ, ശാസ്ത്രം എന്നുള്ളൊരു പദം തന്നെ വരുന്നത് തന്നെ ഋഷി കണ്ടെത്തിയ വേദത്തെ ഉപനിഷത്തിനെയൊക്കെ വിളിച്ച പേരാണ്. ഇന്ന് നാം ആധുനികത്തിൻ്റെ ആവശ്യങ്ങളെ നിറവേറ്റുന്ന ഒരു ശാസ്ത്രമാണ് നാം അറിയുന്ന ശാസ്ത്രം. നോക്കൂ, ആധ്യാത്മിക ശാസ്ത്രം മനുഷ്യനെ കുറിച്ച് എല്ലാം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അല്പമൊക്കെ ഒരു ആധ്യാത്മികതയെക്കുറിച്ച് ഒരു പാതയിൽ പോകുമ്പോൾ തന്നെ ഇതൊരു യുക്തിയില്ലായ്മയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് ധ്യാനവും കൂടി ഉണ്ടെങ്കിൽ. നോക്കൂ, നമ്മൾ ഈ ഭൂമിയിൽ നിലനിൽക്കുന്ന ഒരു ജീവനാണ്. ഈ ഭൂമിയിൽ നിലനിൽക്കുന്ന ജീവന് അടിസ്ഥാന കാരണമാവുന്നത് സൂര്യനാണ്. സൂര്യൻ ഭൂമിയിൽ തരുന്ന ഊർജം എങ്ങനെ ഉണ്ടാവുന്നു? ഊർജം ഒരു ശബ്ദത്തിൽ നിന്ന് ഉണ്ടാവുന്നു. സൂര്യൻ ഒരു ശബ്ദമുണ്ട്. ആ ശബ്ദം ഒരു ഫ്രീക്വൻസി ഉണ്ടാക്കുന്നുണ്ട്. ആ ഫ്രീക്വൻസി സൃഷ്ടിക്കുന്ന ഒരു വൈബ്രേഷൻ. അതാണ് നാം ആയിരിക്കുന്ന ജീവനും ജീവിതാനുഭവങ്ങളും. ഇന്ന് നാസയുടെ പഠനങ്ങളിൽ അവർ കണ്ടെത്താൻ ശ്രമം നടത്തി കുറച്ചൊക്കെ അതിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. എന്നാൽ അത് പൂർണ്ണമാവാനുമുണ്ട്. ഓം എന്നുള്ള വാക്കിൻ്റെയും സൂര്യനിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദത്തിൻ്റെ ഫ്രീക്വൻസി ഒരേ രീതിയിലാണുള്ളത്. അതെന്തേലും ആവട്ടെ, എന്നാൽ നാം ഈ പറയുന്ന ശാസ്ത്രം, അത് ആധ്യാത്മിക ശാസ്ത്രം മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാം തുറന്നു കാട്ടിയിട്ടുണ്ട്. സൂര്യനില്ലാതെ നമുക്ക് പ്രത്യേകതരമായുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടാവുകയില്ല. നോക്കൂ, നമ്മുടെ ജനനത്തിന് മനുഷ്യ രൂപമായി നമുക്കിരിക്കാൻ കാരണം അത് ചന്ദ്രൻ്റെ ഒരു രീതി കൊണ്ടാണ്. ചന്ദ്രൻ ഓർമ്മയാൽ നമ്മളിൽ ഒരു ജന്മചക്രത്തിലിട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് മനുഷ്യ ശരീരം നമുക്ക് കിട്ടുന്നു. സൂര്യൻ അനുഭവങ്ങൾ നൽകുന്നു. നമുക്ക് സ്നേഹം എന്ന് പറയുന്ന ഒരു വികാരം ഉണ്ടാവണമെങ്കിൽ അത് നമ്മൾ ഉള്ളതാവണം നേരത്തെ, അല്ലെങ്കിൽ സ്നേഹം ഉണ്ടാവില്ല. നമ്മളത് വികാരപരമായി അത് ജീവിച്ചനുഭവിക്കാൻ ശ്രമം നടത്തുന്നു. എന്നാൽ ഉയർന്ന സ്നേഹം നൽകുന്ന ഒന്നാണ് സൂര്യൻ. ആ സൂര്യനെ നാം ആ ഒരു വൈബ്രേഷനിലും ഫ്രീക്വൻസിയിൽ നമ്മൾ കണക്റ്റഡ് ആയാൽ നമ്മൾ സ്നേഹത്തിൻ്റെ നിലനിൽപ്പായില്ലേ. വികാരങ്ങൾ നമ്മളിൽ നിന്ന് പോയി. സ്നേഹം എന്ന് പറഞ്ഞൊരു വികാരം മാത്രം നിലനിൽപ്പിലേക്ക് എത്തി. നോക്കൂ, ഭൂമിയും ചന്ദ്രനും സൂര്യനും ചേർന്നിരിക്കുന്ന ഈ ഒരു സൗരയുഗം, ഈ സൗരയുഗത്തിൻ്റെ ഒരു പ്രതിഭാസത്തിൻ്റെ ഒരു ജീവനായിരിക്കുന്ന നമ്മളിലുള്ള പരിമിതികളെയെല്ലാം മറികടക്കുവാനും ആ പരിമിതികൾക്കുപരി നമുക്ക് മുന്നോട്ട് പോവാനും നമുക്ക് സാധ്യത കാണിച്ചു തന്നിരിക്കുന്നതാണ് ആധ്യാത്മികത. ശരിക്കും ഋഷിയാണ് ആദ്യത്തെ ഒരു ശാസ്ത്രജ്ഞൻ, ഒരു സയന്റിസ്റ്റ്. ശാസ്ത്രം എന്ന് പറയുമ്പോൾ ഇന്നർ സയൻസ്, ഒരു ശാസ്ത്രം, മനുഷ്യശാസ്ത്രം തുറന്നു കാട്ടിയ ആളാണ്. നമുക്കതൊരിക്കലും നിഷേധിച്ച് കളയാൻ കഴിയില്ല. എന്ന് വെച്ചാൽ അതിൽ എല്ലാം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പരിമിതമായിരിക്കുന്ന ടൂൾസ് കൊണ്ടാണ് അത് കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്നത്. നോക്കൂ, ഭൂമി നിൽക്കുന്ന ജീവനെ പണ്ട് പതഞ്ജലി മഹർഷി ഹഠയോഗ നൽകുന്ന സമയത്ത് ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും പരിമിതികളിൽ നിന്ന് നമുക്ക് വേറൊരു തലത്തിലേക്ക് എത്താൻ പറ്റും. അനുഭവത്തെ ഉറപ്പിക്കാൻ കഴിയും. മൂലാഗ്നി അനുഭവങ്ങൾ നൽകുന്നു. മൂലാഗ്നി കൊണ്ട് നമുക്ക് എല്ലാ അനുഭവങ്ങളും ഉണ്ടാകും. ലൈംഗികപരമായി ഉണ്ടാകുന്ന അനുഭവങ്ങളും മൂലാഗ്നി കൊണ്ടാണ്. എന്നാൽ അത് ഏറ്റവും ആന്തരികപരമായുള്ള സുഖമായിരിക്കുന്നു നമുക്ക്. എന്നാൽ ഈ ആന്തരിക അനുഭവം ഏറ്റവും ഉയർന്ന അവസ്ഥയിലെത്തുമ്പം ആനന്ദം എന്ന് പറയുന്ന അവസ്ഥയിലെത്തുന്നു. അതിലെത്തുന്ന സമയം മോക്ഷം എന്ന് പറയുന്നു. ഉറയ്ക്കുന്നു. സൂര്യ ചന്ദ്ര ഭൂമി പ്രക്രിയയുടെ ഏറ്റവും ഉയർന്ന വൈബ്രേഷൻ ഫ്രീക്വൻസി ആയിട്ട് ഉറയ്ക്കുന്നു. ഇതിനാണ് യോഗം ചെയ്യുന്നതും ആധ്യാത്മിക പാതയിലേക്ക് നാം ഇറങ്ങുന്നത്. ഈ അല്പ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ ഉയർന്ന അനുഭവത്തിൻ്റെ സ്ഥിതിയിലേക്ക് ഉറയ്ക്കുന്ന അവസ്ഥ. അനുഭവമെല്ലാം നമ്മുടെ ഉള്ളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ആ ഉള്ളിൽ നിന്നുണ്ടാകുന്ന അനുഭവങ്ങൾ വികാരങ്ങളിൽ നിന്ന് സ്ഥിരമായുള്ള അനുഭവമായിക്കൊണ്ട് ഉറച്ച് മോക്ഷപ്രാപ്തി നേടുന്നൊരവസ്ഥയിലേക്ക്. ശരിക്കും ഇതൊരു ശാസ്ത്രമാണ്. നാം കണ്ണു തുറന്ന് നോക്കിയാൽ ഇതിനൊരു യുക്തിയില്ലായ്മയില്ല. ഇത് യുക്തിയുടെ ഏറ്റവും അങ്ങേയറ്റത്തെ ബുദ്ധി നമുക്ക് കൂടുമ്പം നമ്മളിലേക്ക് തെളിഞ്ഞു വരുന്നൊരു കാര്യവും കൂടിയാണ്. നമസ്കാരം.